പാകിസ്ഥാനിൽ തകർക്കപ്പെട്ട ദേവാലയങ്ങളോട് ചേർന്ന് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് പാക് ക്രൈസ്തവരുടെ തകരാത്ത വിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ആഗോള ജനത വീക്ഷിക്കുന്നത്. പാകിസ്ഥാനിലെ ജരൻവാലയിൽ മതനിന്ദാരോപണ മറവിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തി അഗ്നിക്കിരയാക്കിയ ദേവാലയത്തിന് പുറത്ത് പാക് ക്രൈസ്തവ സമൂഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫൈസലാബാദിന്റെ പ്രാന്തപ്രദേശത്തുള്ള ജരൻവാലയിലെ അക്രമികൾ തകർത്ത സെയിന്റ് ജോൺ ദേവാലയത്തിന് സമീപമാണ് ഓഗസ്റ്റ് 20 ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പണം നടന്നത്. തുറസായ സ്ഥലത്ത് നടന്ന ബലിയർപ്പണത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. മെത്രാൻ ഉൾപ്പെടെ 3 വൈദികർ കാർമ്മികരായി. സാൽവേഷൻ ആർമി ചർച്ചിനോട് ചേർന്നുള്ള ഇടുങ്ങിയ ഇടവഴിയിൽ 200ഓളം പേരടങ്ങുന്ന ക്രൈസ്തവർ പ്രാർത്ഥനയുമായി ഒരുമിച്ച് കൂടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് കാവൽ നിന്നിരുന്നു. ജനക്കൂട്ടം വിശുദ്ധ ബലിയിലും പ്രാർത്ഥനകളിലും നിറകണ്ണുകളോടെയാണ് പങ്കുചേർന്നതെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. അതേസമയം വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ചുറ്റുമുള്ള നഗരങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തിയിരുന്നുവെന്ന് പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറുത്തിരണ്ട ജനലുകളും വിണ്ടുകീറിയ മേൽക്കൂരകളും ഉൾപ്പെടെ ദേവാലയത്തിന്റെ സ്ഥിതി ദയനീയമാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവിധ ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഖുർആൻ നിന്നെ ആരോപിച്ച് പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത്. 20ഓളം ക്രൈസ്തവ ആരാധനാലയങ്ങളും 80ലധികം ക്രൈസ്തവരുടെ ഭവനങ്ങളും അക്രമികൾ തകർത്തു.